പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനം. ചെറിയ ജഗണമേ, ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവെ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവേ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവേ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ച് വെക്കുവീൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറിക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 13-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനം ഇപ്രകാരമാണ്: വസ്ത്രം ധരിച്ച് ഒരുങ്ങിയിരിക്കുക. യാത്രയ്ക്ക് പോകാനോ സന്ദർശകരെ സ്വീകരിക്കാനോ ആയിരുന്നു അന്നത്തെ കാലത്തെ ജനങ്ങൾ അരയിൽ തങ്ങളുടെ വസ്ത്രങ്ങളോ കെട്ടിയുറപ്പിച്ചിരുന്നത്. വസ്ത്രം ധരിച്ച് ഒരുങ്ങിയിരിക്കുന്നത് ജാഗരൂകതയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് കത്തിച്ച വിളക്ക് കയ്യിലുണ്ടായിരിക്കുക എന്നത്. കർത്താവിന്റെ യുഗാന്ത്യ വരവിനായി ശിഷ്യന്മാർ ശ്രദ്ധയോടെ കാത്തിരിക്കണം. കല്യാണ വിരുന്നിൽ സംബന്ധിക്കാൻ പോയിരുന്ന യജമാനനെ എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന് തീർച്ചയല്ലാത്ത വാതിൽ കാവൽക്കാർ എപ്പോഴും ജാഗരൂകരായിരിക്കണം. യജമാനൻ വന്ന് വാതിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കണം. യാത്ര കഴിഞ്ഞെത്തുന്ന യജമാനനെ സേവിക്കുന്ന ഭാര്യമാരെ നാം കാണാറില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ ഒപ്പമിരുത്തി അവർക്ക് വിരുന്നൊരുക്കുന്ന രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗ്രഹനാഥന്റെ ജാഗ്രത ഭവനം കൊള്ളയടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് എപ്പോഴും കാവലിരിക്കാനാവില്ല. എന്നാൽ കള്ളന്മാർ വരുമെന്ന സൂചന ലഭിച്ചാൽ ഗ്രഹനാഥൻ ജാഗ്രതയോടെ ആയിരിക്കാനും അവരുടെ അടിശ്രമം പരാജയപ്പെടുത്താനും കഴിയും. നിതാന്ത ജാഗ്രത ആവശ്യമാണ്. എന്നാൽ മുളയെടുക്കുന്നതിന് മുമ്പേ അത് ചിലർ താല്പര്യത്തോടെ കേൾക്കും, സ്വീകരിക്കും. എന്നാൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വചനത്തെ ഉപേക്ഷിക്കുന്നു. നല്ല മണ്ണിൽ വീണ വിത്ത് വളർന്ന് വ്യത്യസ്ത അളവിൽ ഫലം നൽകുന്നു. വചനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ ജീവിതത്തിൽ ഫലം നൽകുന്നു. സമയത്തിന്റെ സമാപ്തിയിൽ വചനത്തിന്റെ വിളവെടുപ്പ് നടക്കും. ധാരാളം പേർ വിവിധ അളവിൽ ഫലം നൽകും. സാത്താൻ, പീഡനങ്ങൾ, ലൗകിക താല്പര്യങ്ങളെ ഇവയാണ് വിശ്വാസ വളർച്ചയ്ക്ക് തടസ്സങ്ങളായിട്ടുള്ളത്. വിശ്വാസി വചനം കേട്ട് നല്ല ഫലം നൽകണം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പിന്റെ 13-ാം ദിവസം ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.